ഹലോ, നമസ്കാരം. നമ്മളിപ്പോഴുള്ളത് വിയറ്റ്നാമിൻ്റെ തലസ്ഥാനമായ ഹനോയിൽ തന്നെയാണ്. ഇത് വിയറ്റ്നാമിലെ 3-ാം ദിവസം. ഇന്ന് നമ്മൾ പോകുന്നത് ഒരു ലോകാത്ഭുതം കാണാനാണ്. ഹലോങ് ബേ. അവിടേക്കുള്ള യാത്രയിലെ രസകരമായ സംഭവങ്ങളും ഇടയ്ക്കുള്ള ബ്രേക്ക് പോയിന്റിലെ പേൾ ഫാമിങ്ങിൻ്റെ വിശേഷങ്ങളുമാണ് ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആരും സ്കിപ്പ് ചെയ്യരുത്. ഓരോ കാഴ്ചയും മനോഹരമാണ്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നാട്ടുസഞ്ചാരിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇന്നലത്തെ അതേ ബ്രേക്ക്ഫാസ്റ്റ് ആയതിനാൽ ഇന്ന് അവയൊന്നും ഷൂട്ട് ചെയ്തില്ല. ഇവിടെ നിന്ന് ഇന്ന് ചെക്കൗട്ട് ചെയ്ത് പോവുകയാണ്. ഓരോരുത്തരായി ലോബിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യുമെങ്കിലും ഒരു ദിവസത്തേക്കുള്ള ഡ്രസ്സും മറ്റു സാധനങ്ങളും മാത്രമേ ഞങ്ങൾ ഇന്ന് ഇവിടെ നിന്നും കൊണ്ടുപോകുന്നുള്ളൂ. ബാക്കി ലഗേജ് ഇവിടെ സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കും. നാളെ വൈകുന്നേരം തിരികെ ഇവിടെ എത്തി അവ കളക്ട് ചെയ്ത് നമ്മൾ എയർപോർട്ടിലേക്ക് പോകും. നാളെ വൈകുന്നേരത്തെ ഒരു ഡൊമസ്റ്റിക് വിമാനത്തിൽ ഞങ്ങൾ വിയറ്റ്നാമിലെ ദനാങ്ങിലേക്ക് പോകും. ദനാങ് വിയറ്റ്നാമിൻ്റെ മധ്യഭാഗത്തുള്ള ഒരു സിറ്റിയാണ്. ഇന്ന് രാത്രി നമ്മൾ തങ്ങുന്നത് ഒരു ക്രൂയിസ് ഷിപ്പിലാണ്. ബസ് കൃത്യസമയത്ത് തന്നെ എത്തി. ഞങ്ങളും സമയക്രമം പാലിച്ചു. അത്യാവശ്യം ലഗേജ് മാത്രമേ ഞങ്ങൾ വാഹനത്തിൽ കയറ്റുന്നുള്ളൂ. തൽക്കാലം സിഗ്നേച്ചറിനോട് വിട പറയുന്നു. യാത്ര ആരംഭിച്ചു. ഹനോയിൽ നിന്നും 170 കിലോമീറ്റർ ദൂരമുണ്ട് ഹലോങ് ബേയിലേക്ക്. ഹനോങ് ബേയിലെ തീരത്തു നിന്നും ഒരു ചെറിയ ബോട്ടിലാകും നമ്മൾ ഷിപ്പിലേക്ക് പോകുന്നത്. നമ്മൾ താമസിച്ചിരുന്ന ഓൾഡ് ക്വാർട്ടറിൽ നിന്നും മറ്റ് ഏത് സിറ്റിയിലേക്ക് പോകുന്നതിനും ഈ റെഡ് റിവറോ ബ്ലാക്ക് റിവറോ കടക്കേണ്ടി വരും. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, ഹനോയ് സിറ്റി 2 നദികളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സിറ്റിയാണെന്ന്. അതുകൊണ്ട് തന്നെ സിറ്റി കടക്കാൻ ഇത്തരം ബ്രിഡ്ജുകൾ പല ഭാഗങ്ങളിലുമുണ്ട്. ഇവിടെ നദി നല്ല വീതിയിലാണ് ഒഴുകുന്നത്. അതുകൊണ്ട് ഈ പാലത്തിനും നല്ല നീളമുണ്ട്. ഹനോയിലേക്ക് 170 കിലോമീറ്റർ ദൂരമുണ്ടെന്ന് പറഞ്ഞല്ലോ. ഒരു 3 മണിക്കൂർ യാത്രയുണ്ട് അവിടേക്ക്. ഇടയ്ക്ക് ഫ്രഷ് ആകാനൊന്ന് നിർത്തും. യാത്രകളിലെ വിനോദങ്ങൾ യാത്ര തുടങ്ങിയ ഉടനെ തന്നെ ആരംഭിച്ചു. ശ്രീമതി പൊന്നമ്മ ശശിധരൻ പാടി റെക്കോർഡ് ചെയ്ത ഒരു ഭക്തിഗാനത്തോടെയാണ് തുടക്കം. പൊന്നമ്മ ശശിധരൻ പൊന്നമ്മ ശശിധരൻ വേണ്ടി ഒരു പാട്ട് പാടുന്നതാണ്. നിലായുധമിതം
ഇന്ന് നമുക്ക് തുടർന്ന് നമ്മുടെ അഗസ്റ്റിൻ സിനിമാ പാട്ട് പാടി തുടങ്ങി. കരാക്കയാണ്, മുഴുവൻ അതേപടി ചേർക്കാൻ കഴിയില്ല. നിന്നുള്ളിലെ മോഹം സ്വന്തമാക്കി നാനും നീ കുളിരിൻ്റെ കുമ്പിലിൽ തിരിയും കിളികളോടും കഥകൾ ചൊല്ലി കളികൾ ചൊല്ലി കാട്ടുപൂരസമായി തുടർന്ന് യാത്രയിലുള്ളവർ സ്വയം പരിചയപ്പെടുത്തുന്ന സെഷൻ ആരംഭിച്ചു. ആദ്യ ഊഴം റാവുത്തർ സാറിനാണ്. അടുത്ത പുരയിടമാണ്. ഞാൻ DKM എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും ഏതാണ്ട് 1980 ആദ്യത്തെ ബാച്ച് സെമസ്റ്റർ ബാച്ച് 1.5 സെമസ്റ്റർ കഴിഞ്ഞു. ഒരു സെമസ്റ്റർ പാസ് ബോർഡിൽ തന്നെ ജോയിൻ ടോപ്പ് റാങ്ക് ആയതിന് ബോർഡിൽ തന്നെ ജോയിൻ ചെയ്തു. 86 മൂഴിയാറിൽ ജോയിൻ ചെയ്തു. 2015 ബോർഡിൽ നിന്നും അതിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്തെ പോസ്റ്റായ ചെയർമാൻ്റെ അവസാനം ഒരു മാസം ചെയർമാൻ്റെ ബോർഡ് ചെയർമാൻ്റെ CMDയുടെ ചാർജും ഉണ്ടായിരുന്നു. ഇങ്ങനെ റിട്ടയർ ചെയ്തു. അതിനുശേഷം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു കൺസൾട്ടൻ്റായിട്ട് സെൻട്രൽ ഗവൺമെൻറ് പ്രോജക്ട്സിൻ്റെ ഒരു കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്തു കൊറോണ വരെ. അതിനുശേഷം ഇപ്പം ഫ്രീ ആണ്. മക്കൾ 2 പേര്, ഒരാൾ ബാംഗ്ലൂരിലെ എഞ്ചിനീയറാണ്, ഇതിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു. ഇവിടെ അതിൻ്റെ സാങ്കേതിക സമിതിയുടെ കൺവീനറായിട്ട് ഇപ്പോഴും ഒരു കൊല്ലത്തേക്ക് വർക്ക് ചെയ്യും. അതാണ് എന്നെ കുറിച്ചുള്ള പുഴ പിന്നെയുമൊഴുകി ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി മുഴുകി ആയിരം പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി ഈരനായ നദിയുടെ മാറിൽ ഈ പളുങ്ക് കൽപ്പടവുകളിൽ ഈരനായ നദിയുടെ റാവുത്തർ സാർ പരിചയപ്പെടുത്തലിനോടൊപ്പം ഒരു പാട്ടും പാടി. അടുത്ത ഊഴം എൻ്റെ പ്രിയ ശ്രീമതിയുടേതാണ്. एक प्यार का नगमा है, एक पोकर पाना है, एक पाकर होना है, जीवन का मतलब तो आना जाना है, दो पल की जीवन से एक उम्र चुरानी है, जिंदगी और कुछ भी नहीं, तेरी मेरी कहानी है, एक प्यार का नगमा है, दूरदार की नदिया की तू मेरा किनारा हूँ, तू तेरा सहारा है, मैं तेरा सहारा हूँ, तो आंखों सा मंदिर है, आशाओं का पानी है, जिंदगी और कुछ भी नहीं, तेरी मेरी कहानी है, एक प्यार का नगमा. സ്വയം പരിചയപ്പെടുത്തലിനോടൊപ്പം വളരെ ഭംഗിയായി ഒരു ഹിന്ദി പാട്ട് പാടി കൈയടിയും നേടി.
തുടർന്ന് ശ്രീകുമാരി ചേച്ചിയുടെ ഊഴം. എൻ്റെ പേര് ശ്രീകുമാരി. എനിക്ക് 2 മക്കളാണുള്ളത്. 2 ആൺകുട്ടികളാണ്. 2 പേരും എഞ്ചിനീയേഴ്സാണ്. വെളി രാജ്യങ്ങളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്കായിരുന്നു. ഇപ്പോൾ 2 പേരും നാട്ടിലുണ്ട്. ഒരാൾ ഫ്യൂച്ചർ ഫോർവേഡ് എന്ന് പറഞ്ഞ അമേരിക്കൻ കമ്പനിയിൽ ഇപ്പം വർക്ക് ചെയ്യുന്ന ഇളയ മകൻ. ആ മകൻ്റെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത്. ഹസ്ബൻഡ് മരിച്ചു പോയി. മൂത്ത മോൻ എൻ്റെ കുടുംബ വീട്ടിൽ താമസിക്കുന്നു. അവൻ്റെ വൈഫ് ടീച്ചറാണ്. ഇളയ മകൻ്റെ വൈഫ് ഡോക്ടറാണ്. പിന്നെ മോള് ഹരിപ്പാട് വർക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ 2 കുട്ടികളുണ്ട്. ആ 2 കുട്ടികളുടെ അമ്മുമ്മയായിട്ട് ഞാൻ ആ കുട്ടികളുടെ കൂടെ കഴിയുകയാണ്. എൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരാണ് എൻ്റെ 2 കൊച്ചുമക്കൾ. ഞങ്ങൾ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ്. എനിക്കത് വളരെ കൺവദ പൂവന കന്യകേ ആരുടെ അനുരാഗമല്ലിക നീ ആരുടെ സ്വയംവര കന്യക നീ സ്വന്നത്താമരയിതളിലുറങ്ങും കൺവദ പൂവന കന്യകേ ആരുടെ അനുരാഗമല്ലിക നീ ആരുടെ സ്വയംവര കന്യക നീ ചൂടാത്ത നവരത്നമണി പോലെ ചുംബനമറിയാത്ത പൂ പോലെ ചൂടാത്ത നവരത്നമണി പോലെ ചുംബനമറിയാത്ത പൂ പോലെ നുള്ളാത്ത തളിർ പോലെ നീക്കാത്ത ശ്രുതി പോലെ നുകരാത്ത മധു പോലെ തിന്നു നീ നുകരൽ തർപ്പമുന കൊണ്ടിട്ടോ മാറി പുഷ്പശരം കൊണ്ടിട്ടോ കാലിൽ തർപ്പമുന കൊണ്ടിട്ടോ മാറി പുഷ്പശരം കൊണ്ടിട്ടോ അല്ലിപ്പുതണലിൽ നാണിച്ചു അടുത്തത് ജെയിംസ് സാർ. ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ജെയിംസ് സഖായരാജാണ്. ഞാൻ BSNL വർക്ക് ചെയ്ത് ഇപ്പോൾ റിട്ടയർഡാണ്. ഇനിഷ്യലി ഒരു 5 years ആന്ധ്രാവിലെ മെദക് ഡിസ്ട്രിക്റ്റിലെ അടുത്ത ഊഴം മിസ്സിസ് സെലിൻ ടീച്ചറുടേതാണ്. ജനനം കോട്ടയം. തിരുവനന്തപുരത്ത് ഗവൺമെൻറ് സർവീസിൽ വന്നതുകൊണ്ട് വന്നു. 5 വർഷം മലപ്പുറം വർക്ക് ചെയ്തിരുന്നു. ബാക്കി ഫാമിലി മാറ്റേഴ്സ് പറഞ്ഞു. ഞാൻ കുറേ സ്കൂളുകളിലെ അധ്യാപികയായി അവസാനം കോട്ടണിയിൽ സ്കൂളിലെ ഹെഡ്മിസ്സസ്സായി റിട്ടയർഡായി. 2018 ഞങ്ങൾ 2 പേരും ഒരുമിച്ച് പെൻഷനാകുന്നു. അതുവരെ ശരിക്കും എവരി ഇയർ ഫ്രീ ആയിട്ട് ഓൾ ഇന്ത്യ പോകാനുള്ള ഒരു അവസരം എനിക്ക് ഗവൺമെൻറ് തന്നിരുന്നൊരു കാര്യമുണ്ട്. ഒരിക്കലും അത് അവെയിൽ ചെയ്തിട്ടില്ല. ടീച്ചർ രാഷ്ട്രപതിയുടെ അവാർഡ് വാങ്ങിയ ഒരു ടീച്ചർ കൂടെയാണ്. അഭിനന്ദനങ്ങൾ. അടുത്ത ഊഴം ബാബു സാറിൻ്റേത്. ബാബു. എൻ്റെ സ്വദേശം എറണാകുളമാണ്. പക്ഷേ ഞാൻ ജോലി സംബന്ധമായിട്ട് തിരുവനന്തപുരത്ത് വന്നിട്ട് 40 വർഷമാണ്. ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്ട്സ് അവിടെയാണ് ജോലി ചെയ്യുന്നത്. വൈഫ് ഉണ്ട്. വൈഫ് സുഷമ അവരെ പരിചയപ്പെടുത്തും. ഞാൻ 76 ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്ട്സിൽ കയറി. എൻ്റെ ക്വാളിഫിക്കേഷൻ വന്നിട്ട് ഡിപ്ലോമ ഇൻ കെമിക്കൽ ടെക്നോളജി. കളമശ്ശേരിയിലാണ് പഠിച്ചത്. അത് 79 വരെ കമ്പനിയിലുണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് എനിക്ക് ഒരു അപ്പോയിൻമെൻ്റ് വരുന്നത്. വെളിയിലേക്ക് പോകാനോ പുഴച്ചിരിക്കുന്നു കണ്ണീരിമൊലിപ്പിച്ചു കൈവഴികൾ പിരിയുമ്പോൾ കരയുന്നോ പുഴച്ചിരിക്കുന്നു ഒരുമിച്ചു ചേർന്നുള്ള കരളുകൾ കൊടുക്കുമ്പോൾ മുഴുകുന്നോ അഴിയുന്നു.
ബാബു സാർ വിശദമായി യൂറോപ്പ് ട്രിപ്പിൽ പരിചയപ്പെടുത്തിയിരുന്നു. അടുത്ത ഊഴം ശ്രീമതി സുഷമയുടേതാണ്. 2012 വരെ മെഡിക്കൽ കോളേജ് SAT ഹോസ്പിറ്റലിലും മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലുമായിട്ട് വർക്ക് ചെയ്ത് 2012 നഴ്സിംഗ് സൂപ്രണ്ടായിട്ട് അവിടുന്ന് റിട്ടയർ ചെയ്ത് ഞങ്ങൾ താമസിക്കുന്ന മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് തന്നെ ആണ് വീട് വെച്ച് താമസിക്കുന്നത്. ഞങ്ങൾക്കൊരു മോനുണ്ട്. മോൻ BTech കഴിഞ്ഞിട്ട് കാനറ ബാങ്കിൽ ഇപ്പോൾ അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. മോൻ്റെ ഭാര്യ PSC ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. ഞങ്ങൾക്കൊരു കൊച്ചു മോളുണ്ടായി. ഇപ്പോൾ 3 മാസം കഴിഞ്ഞ് മോളുടെ വീട്ടിലാണ് അവർ. ഞങ്ങളുടെ വീട്ടിലെത്തിയില്ല. അത്രയാണ് നമ്മുടെ. അടുത്ത ഊഴം മിസ്റ്റർ രഘുനാഥൻ്റേത്. താമസം കായംകുളം, സ്വദേശം പുനലൂർ, വൈഫ് ശോഭന, മലയാളപ്പുഴ സ്വദേശം. പുനലൂരാണ് സ്വദേശം. കായംകുളത്ത് വന്നിട്ട് 35 വർഷമാണ്. 37 വർഷം കഴിഞ്ഞ് കായംകുളം എത്തിയിട്ട് LIC ജോലിയായിട്ട് വന്നതാണ്. ജോലി കിട്ടുന്ന വിവാഹം കഴിക്കുന്ന സമയത്ത് ഞാനൊരു പാരലൽ കോളേജ് അധ്യാപകനായിരുന്നു. കാരണം MSc മാത്തമാറ്റിക്സാണ്. കഴിഞ്ഞ പല പാരലൽ കോളേജുകളിൽ അധ്യാപകനായി ജോലി നോക്കുന്ന സമയത്താണ്. ജോലിയൊന്നും ആകാതിരിക്കുന്ന സമയത്ത് തന്നെ ആ ചെറിയ വരുമാനം കൊണ്ട് തന്നെ വിവാഹം കഴിച്ചു. വൈഫ് കേരള ഇപ്പോൾ പറഞ്ഞ പോലെ ഇവിടെ പലരും പറഞ്ഞു കേട്ടു. അവരും പറയുകയാണ് ഹോക്കി പ്ലെയറാണ്. കേരള യൂണിവേഴ്സിറ്റി ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു. ഹോക്കിയുടെ നാഷണലൊക്കെ കളിച്ചിട്ടുണ്ട്. പക്ഷേ പുള്ളിക്കാരിക്ക് അത് പറയുന്നതിന് വലിയ താല്പര്യമില്ല. കാരണം അതിൻ്റെ കാര്യമായിട്ടുള്ള ജോലിയൊന്നും കിട്ടാതിരുന്നുകൊണ്ടുള്ള വിഷമം, മനപ്രയാസമുണ്ട്. ഈ ആ മനപ്രയാസം മാറ്റിക്കൊണ്ടാണ് ഞാൻ കൊണ്ടു നടക്കുന്നത്. കിട്ടേണ്ടതായിരുന്നു അവരുടെ. അടുത്ത ഊഴം മിസ്സിസ് ശോഭ രഘുനാഥിൻ്റെതാണ്. മിസ്സിസ് ശോഭ രഘുനാഥ് ഒരു അത്ലറ്റാണ്, ഹോക്കി പ്ലെയർ. യൂണിവേഴ്സിറ്റി തലത്തിൽ ആൾ ഇന്ത്യ മാച്ച് വരെ കളിച്ചിട്ടുള്ള ഒരു നാഷണൽ താരം. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് ഈ യാത്ര? നീ ധനിച്ചല്ലേ പേടിയാവില്ലേ? ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് ഈ യാത്ര? നമ്മളിപ്പോൾ പകുതിയിലേറെ ദൂരം കടന്നു. ഹലോങ് ബേക്ക് അടുത്തെത്തി. ഇവിടം ഒരു ബ്രേക്ക് പോയിന്റാണ്. മിക്ക രാജ്യങ്ങളിലും തുടർച്ചയായി വാഹനം ഓടിക്കാൻ നിയമം അനുവദിക്കില്ല. സേഫ്റ്റി കൺസേൺ മാത്രമല്ല, യാത്രക്കാർക്ക് വാഷ്റൂം ഫെസിലിറ്റി നൽകുക എന്നതുകൂടിയുണ്ട് ലക്ഷ്യം. നമ്മുടെ നാട്ടിലോ? ഇതും അതുപോലുള്ളൊരു ബ്രേക്ക് പോയിന്റാണ്. ഒരു ചോക്ലേറ്റ് തന്നാണ് നമ്മളെ സ്വീകരിച്ചത്. സാധാരണ ഇത്തരം ബ്രേക്ക് പോയിന്റിൽ ഉള്ളതുപോലെ ഇവിടെയും ഒരു വ്യാപാര സമുച്ചയം ഉണ്ടാവും. ഒപ്പം ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രി പ്രൊമോട്ട് ചെയ്യുന്നതിനുള്ള സംവിധാനവും ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ പേൾ ഫാമിംഗ് ഇൻഡസ്ട്രിയുടെ ഒരു ചെറിയ പതിപ്പ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അത് നമ്മളെ പരിചയപ്പെടുത്തും. അതിനുള്ള ഗൈഡുകൾ ഇവിടെ ഉണ്ടാവും. ഇദ്ദേഹമാണ് നമുക്ക് ഇതൊക്കെ പറഞ്ഞു തരാൻ നിയോഗിക്കപ്പെട്ട ഗൈഡ്. ഇനി നമ്മുടെ നിയന്ത്രണം ഇദ്ദേഹത്തിന്റെ കൈകളിലാവും. കണ്ടോളൂ. See the red one here on the map that is South of Palm Hill Bay. We have 6 farms on the bay and controlled by government, correct? Government control. And today we are covering 3 different kind of seawater oysters. Aquia, tiny black pearl, and South Sea.
These are three different kind of seawater oyster. No freshwater oyster. Seawater oyster. Could you hear her clearly? Yeah. Okay. So you could come closer to hear her clearly. The first one we have here, this is Aquia oyster. Aquia oysters have the smallest size. They give us for with white color, sometimes yellowish and pinkish color. Second one, Tahiti oyster, or you can call it black oyster, because only one type of oyster gives us black pearl. The color of pearl will depend on color on the lip of the oyster. And you can see it rainbow color, right? Rainbow color. They give us pearl with a range of color from green, blue, black, purple, even peacock color. And the third one we have here, South Sea oyster, the biggest one. South Sea oyster produce pearl with golden color, champagne, sometimes white color with the biggest size, from 8 mm to 10 mm in diameter. Biggest one. And nowadays, because natural pearls are extremely rare and just have irregular shape, so we are cooperating with Japan. We use the Mikimo technique to implant this one instead of waiting for grain of sand. This is the nucleus. We made this from the shell mother pearl. It has natural material, not plastic. We implant this one and one piece of membrane tissue inside the ovary oyster. Over time, the oyster will secrete layers of nacre, cover this nucleus and grow pearl. So let me show you more specific about this process. You follow me over there, right? ചിപ്പികളിൽ നിന്നാണ് മുത്ത് കിട്ടുന്നതെന്ന് അറിയാമല്ലോ. പേൾ ഫാമുകളിൽ നല്ല ഗുണനിലവാരമുള്ള മുത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ഇവിടെ കാണിച്ചു തരുന്നു. ചെറിയ പേൾ ചിപ്പിക്കുള്ളിൽ പ്ലാന്റ് ചെയ്ത് അത് അതിൻ്റെ ആവാസ വ്യവസ്ഥയിൽ പരിപാലിച്ച് വലുപ്പം കൂട്ടി പുറത്തെടുക്കും. ഇത് പേൾ എങ്ങനെയാണ് വളർത്തുന്നതിനായി പ്ലാന്റ് ചെയ്യുന്നതെന്ന് കാട്ടിത്തരികയാണ്. So in order to start the process, we need two things. First thing is silence the leader, that's nucleus. Second thing, membrane tissue. We cut this from the donor oyster here at this part. We remove the black film outside, just use the middle part and cut them to small pieces like this. After that, we treat them with the antibacterial solution to reduce the mortality rate of the oyster. And then we insert one piece of membrane tissue, one nucleus together inside the ovary oyster. Time by time, the oyster will secrete 1,000 layers of nacre, cover, bigger, and grow the pearl. We use the membrane tissue here as a catalyst. You know catalyst? Yeah. Yeah, to stimulate the oyster separate nacre. Without this, no problem. Let me show you how to implant this thing inside. You come this way with me. ഇത് വിവിധതരം പേളിനെക്കുറിച്ചും അവയുടെ ഗുണനിലവാരങ്ങളെക്കുറിച്ചും വിവരിക്കുന്നു. ഒപ്പം മുത്ത് എങ്ങനെയാണ് പുറത്തെടുക്കുന്നതെന്ന് കാണിച്ചു തരുന്നുണ്ട്. From 2 to 5 years to cultivate. It depends on different kind of oysters. But every month we have to check them out, clean all of the oysters, remove the dead ones, the parasite, the mud. But half of them often die during this process because of the mud entering inside the oyster body. Some oyster reject or push out the pearls, and the success rate is around 30%. Around that. It takes from 2 to 5 years to cultivate. It depends on different kind of oyster. So let me show you the final step. How to have this. Aquia takes 1 hour, 2 years to cultivate. Tahiti takes 2 to 4 years, and South Sea takes 3 to 5 years. South Sea takes the longest time. That's why it has the biggest size. Only South Sea has the golden champagne color like this. Tahiti we have multiple color, gray, green, blue, purple color. Aquia, smallest size, we have the pinkish, white, sometimes yellowish. So now she show you how to have this. You see, one oyster give us one pearl. It looks pretty. You see the lobster very shiny and the round shape. This is the aquia. We keep it natural like this after harvesting, and we have the expert will rate them
from 1A to 4A, international standard with 5 features: size, shape, color, the luster, and surface body. Bigger, rounder, less imperfection and surface the high value. In terms of color, golden South Sea is the most valuable. This one. But normally the best quality is just account for 3 to 5% out of 30% waterfall. With the imperfect ones like this, we grind them to the powder, make skincare brush, cosmetic for your skin. The shell we polish them to make a souvenir for decorating in house. Good quality like this, we make the jewelry. We use the machine in the workshop over there. Drill the hole on the pearl. On setting, there will be a pin to hold it, and we use special like glue, attach it strongly with luxury wrap. So, you follow me this way. Let me show you. ഇവിടെ പേൾ കൊണ്ട് ആഭരണങ്ങൾ നിർമ്മിക്കുന്നതും പ്രോസസ്സ് ചെയ്യുന്നതും ഒക്കെയാണുള്ളത്. എന്നാൽ ഷൂട്ട് ചെയ്യാൻ അനുവദിച്ചില്ല. വലിയ വിലയാണ് ഇവിടെയുള്ള ആഭരണങ്ങൾക്ക്. എങ്കിലും ധാരാളം ആളുകൾ വാങ്ങുന്നുണ്ട്, കൂടുതലും യൂറോപ്യൻസ്. പക്ഷെ ഇന്ത്യക്കാർക്ക് താങ്ങാനാവില്ല. ജ്വല്ലറിയോടനുബന്ധിച്ച് ഒരു കോഫി ഷോപ്പും ഉണ്ട്. വിയറ്റ്നാം കോഫി ലോക പ്രശസ്തമാണ്, പ്രത്യേകിച്ച് ഇവരുടെ വൈറ്റ് കോഫി. ലോക പേൾ മാർക്കറ്റിൽ വിയറ്റ്നാമിന് നിർണായക സ്ഥാനമാണുള്ളത്. പേൾ കയറ്റുമതിയിൽ പ്രധാന സ്ഥാനം. വിയറ്റ്നാമിലെ പ്രധാന പേൾ ഇൻഡസ്ട്രീസ് ഉള്ളത് ഹലോങ് ബേയിലും ഫുക്കു ഐലൻഡിലുമാണ്. ഫുക്കു ഐലൻഡിനെ പേൾ ഐലൻഡ് എന്നും വിളിച്ചു വരുന്നുണ്ട്. ഹലോങ് ബേയിൽ 1965 മുതൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ പേൾ ഫാമിംഗ് തുടങ്ങി. 10 മില്യൺ പേൾസ് ആണ് വർഷം ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. വിയറ്റ്നാമിലെ പേൾ ഇൻഡസ്ട്രി ഇപ്പോൾ ജപ്പാനിലെയും ഓസ്ട്രേലിയയിലെയും നൂതന വിദ്യകൾ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഈ പേളുകൾ 2 തരത്തിലുണ്ട്: സാൾട്ട് വാട്ടർ പേളും ഫ്രഷ് വാട്ടർ പേളും. ഇതിൽ സാൾട്ട് വാട്ടർ പേളിനാണ് വലുപ്പമുള്ളതും ഗുണനിലവാരമുള്ളതും. അതിന് കാരണം സാൾട്ട് വാട്ടർ പേൾസ് ഉണ്ടാകുന്നത് ദീർഘകാലം കൊണ്ടാണ്. ആ കാണുന്നതാണ് ഹലോങ് ബേ. നമ്മൾ അവിടേക്കാണ് പോകുന്നത്. ഇത് ഇങ്ങനെയാണ് ഫാമിൽ പേളുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് പേൾ പുറത്തെടുത്ത ശേഷം ഷെല്ലുകൾ കൂട്ടിവെച്ചിട്ടുള്ളതാണ്. ഇതിനും പലതരത്തിലുള്ള ഇൻഡസ്ട്രിയൽ ഉപയോഗമുണ്ട്. ഈ കടലിൻ്റെ ശാന്തതയും ഐഡിയൽ കണ്ടീഷനുമാണ് ഇവിടെ ഈ വ്യവസായം വളർച്ച പ്രാപിക്കാൻ കാരണം. ഇതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ആക്ടിവേറ്റ് ചെയ്താൽ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി യഥാസമയം ലഭിക്കും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മടിക്കല്ലേ. അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളായി രേഖപ്പെടുത്തണം. തുടർന്നുള്ള കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ. അതുവരെയും ഗുഡ് ബൈ.